ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഈ യൂത്ത് ലീഗിന്റെ പ്രതിനിധി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുന്നത് പോലെ അത്ര ആത്മാർത്ഥമായാണോ ന്യൂനപക്ഷത്തെ കൃത്യമായി ബാധിക്കുന്ന രാജ്യത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് പാർലമെന്റിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, ദേശീയ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? മുത്തലാഖ് വിഷയം മുതൽ ഇങ്ങേയറ്റത്തെ കാശ്മീർ വിഷയം വരുന്നു, CAA വിഷയം വരുന്നു. ഈ വിഷയത്തിലൊക്കെ മുസ്ലിം ലീഗ് ഏറ്റവും ഒടുവിൽ അയോധ്യയിലെ ബാബറി മസ്ജിദ് പകരം നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അത് ഭൂരിപക്ഷത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് കൈയൊഴുകുന്ന ഒരു ലീഗ് നേതൃത്വത്തെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അത്ര ആത്മാർത്ഥമായി കേന്ദ്ര സർക്കാരിനെതിരെ ലീഗ് പ്രവർത്തിച്ചു എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ റഹീമിനോട് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞാൻ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷത്ത് നിൽക്കുന്ന, ഞാൻ ഒരു നിഷ്പക്ഷ നിരീക്ഷകനായിട്ട് നിൽക്കുന്ന ആളാണ്. അത് അവർ തമ്മിലായിക്കോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം ഈ കാര്യത്തെ പറ്റി പറയാം. ഒന്നാമത്തെ കാര്യം, ഇത് നടക്കാൻ പോണ ഒരു കാര്യമില്ല, നടക്കാൻ പോവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് തന്നെ ഭരണഘടനാപരമായിട്ട് ഇത് നടക്കില്ല. 360 MP വേണം, ഇതിൽ 2/3 മെജോറിറ്റി രാജ്യസഭയിലും വേണം. അത് നടക്കാൻ പോണില്ല. രണ്ടാമത്തെ കാര്യം ഇതിലുള്ള എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രായോഗികമല്ല. എന്തുകൊണ്ട് പ്രായോഗികമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ബീഹാറിൽ മാത്രം ഈ കഴിഞ്ഞ 10-15 അസംബ്ലി ഇലക്ഷൻ്റെ ഇടയിൽ 24 മുഖ്യമന്ത്രിമാരെ മാറ്റിയവർ. ആന്ധ്രാപ്രദേശിൽ 21 മുഖ്യമന്ത്രിമാരെ മാറ്റി. അതിനനുസരിച്ചിട്ട് വരുമ്പോൾ ഈ ടേം തീരാതെ അസംബ്ലി ഡിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. അയോധ്യയുടെ സമയത്ത് പിരിച്ചുവിട്ടു, എമർജൻസിക്ക് ശേഷം എല്ലാ ഗവൺമെൻറ്റുകളെയും പിരിച്ചുവിട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപകടകരമായിട്ടുള്ളൊരു കാര്യം ഇതിലുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ഗവൺമെൻറ് അങ്ങോട്ട് പിരിച്ചുവിട്ടു എന്ന് ചോദിച്ചോ, കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? അതുവരെ മറ്റേ അടുത്ത ഇത് ഒരുമിച്ച് വരുന്ന ടൈം വരെ കേന്ദ്ര ഭരണമായിരിക്കും. അതെന്താ ആരും ഇവിടെ ചർച്ച ചെയ്യാത്തത്? ആ സമയം വരെ കേന്ദ്ര ഭരണമല്ലേ വഴിയുള്ളൂ, വേറെ ഇലക്ഷൻ നടത്താൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 10-12 വലിയ സംസ്ഥാനങ്ങൾ, അത് മനസ്സിലാക്കണം. ചെറിയ സംസ്ഥാനം ഈ 32 ഒരു കാര്യമില്ലെന്നേ. അതിൽ 10-12 1-2 MP ഗോവയും ഡൽഹിയോ അൽമാരിയുള്ള ത്രിപുരയും മേഘാലയനൊക്കെ സംസ്ഥാനമായിട്ട് ഒരു MP മാത്രമുള്ള ആൾക്കാരെ, അതായത് ഒരു MP മാത്രമുള്ള പാർട്ടികളെയൊക്കെ 32 പെടുത്തുകയും അല്ല, മറിച്ച് നമ്മൾ നോക്കേണ്ടത് അപ്പുറത്തെ വശത്ത് വളരെ ശക്തമായിട്ടുള്ള പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട്. CPM നിൽക്കുന്നുണ്ട്, കോൺഗ്രസ് ഉണ്ട്, തൃണമൂലുണ്ട്, DMK ഉണ്ട്, അവരെല്ലാവരും നിൽക്കുന്നുണ്ട്. ഈ TDPയും JDUവും അവർ ഇപ്പം നിൽക്കണ്ടോ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഗവൺമെൻറ് കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പ്രായോഗികമായിട്ട് ഇത് നടപ്പിലാക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, ഫെഡറലിസത്തിനെതിരായിട്ട് ആയിട്ടുള്ള ഒരു നീക്കമാണത്. കാരണം ഫെഡറലായിട്ട് ഓരോ സ്റ്റേറ്റ്, ഇപ്പോൾ USSR എടുക്കുക, എല്ലാവരും കമ്മ്യൂണിസ്റ്റ് എന്നും ഫാസിസ്റ്റ് എന്നൊക്കെ വിളിച്ചിരുന്ന സംസ്ഥാനമാണല്ലോ USSR. ആ USSRൽ ഓരോ സംസ്ഥാനത്തും, അതായത് അതിൻ്റെ 15 സംസ്ഥാനങ്ങളുണ്ട്, അവർക്ക് വ്യത്യസ്ത ഭരണഘടന വെച്ചുകൊണ്ട് അവർക്ക് USSR വിട്ടുപോകാനുള്ള അധികാരം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി USA നമ്മളെടുക്കാം, മറ്റൊരു ഫെഡറൽ സ്റ്റേറ്റ്, USA രാജ്യം. അവിടെ ഈ 50 സംസ്ഥാനങ്ങളിലും വേറെ സമയത്താണ് ഇലക്ഷൻ നടക്കുന്നത്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വേറെ സമയത്താണ് നടക്കുന്നത്. അവിടെ നമ്മുടെ ഇതിനടക്കമുള്ള, അതായത് തൂക്കിക്കൊല്ലണം, ഒരു സംസ്ഥാനത്ത് തൂക്കിക്കൊല്ലാനായിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് ചെയറിലായിട്ട് മറ്റ് സംസ്ഥാനത്ത് ജീവപര്യന്തം മാത്രമുള്ളൂ ഏറ്റവും കൂടിയ ശിക്ഷ. വിവാഹ കാര്യത്തിൻ്റെ കാര്യത്തിൽ പല രീതിയിലാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം ഇതാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നേരത്തെ പറയാൻ കാരണം, ഇതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റായിട്ട് നമ്മൾ എടുക്കണം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ BJPയുടെ ഉദ്ദേശത്തെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ ആ ഉദ്ദേശത്തെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആ ഉദ്ദേശത്തെ തടുക്കുവാനായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കണം. ആ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫെഡറൽ സിസ്റ്റത്തിന് കത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണിത്. കാരണം ഒരു സംസ്ഥാനം, ഏത് സംസ്ഥാനവും, അത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് BJP മാത്രമാണെന്ന്. കോൺഗ്രസ് എത്ര സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ടു നിങ്ങൾക്കറിയാലോ. EMS, ഞാനൊരു എക്സാമ്പിൾ പറയാം. EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭ ഏറ്റവും നല്ല എക്സാമ്പിൾ, പെട്ടെന്ന് പറയാം. EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭ 59-ലാണല്ലോ പിരിച്ചുവിട്ടത്. അത് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ചിട്ട് ഏത് കൊല്ലം ഇലക്ഷൻ നടക്കുക? 62 വരെ ആര് ഭരിക്കും? കേരളം, കേന്ദ്രം ഭരിക്കും. ഇലക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ മറ്റു നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയിൽ ലീഗിൻ്റെ പ്രതിനിധി വരുമ്പോൾ അവർ ഓരോരോ ഇഷ്യൂ ആയിട്ട് പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞോളുണ്ട്.